മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ എം.വി. ഗോവിന്ദൻ രംഗത്ത്. പാംബ്ലാനി അവസരവാദിയെന്നാണ് വിമർശനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംബ്ലാനി ബി.ജെ.പിക്കെതിരെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മനംമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പാംബ്ലാനി അപ്പോൾ ഞെട്ടി. പാംബ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പാംബ്ലാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എം.വി. ഗോവിന്ദന്റെ വാക്കുകൾക്ക് പിന്നിൽ എന്താണ് കാണാനുള്ളത്? വിഷ്ണു, മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെയാണ് ഇത്തരത്തിലൊരു വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. മാർ ജോസഫ് പാംബ്ലാനി അവസരവാദിയാണെന്ന വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംബ്ലാനി BJPക്കെതിരെയാണ് പറഞ്ഞത്. ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവര് പുകഴ്ത്തി പറഞ്ഞു എന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. മാത്രമല്ല, അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയി എന്നാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞത്. അതായത് തീർത്തും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പരാമർശം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റിലായപ്പോൾ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയതാണ് കേന്ദ്ര സർക്കാരും ആഭ്യന്തരമന്ത്രിയും അടക്കം. ആ നിലപാടിനെയാണ് മാർ ജോസഫ് പാംബ്ലാനി അന്ന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. എന്നാൽ അതിൽ വിരളിവുകൊണ്ടാണ് ഇത്തരമൊരു വിമർശനം എന്ന ഒരു കാര്യം തന്നെയാണ് തെളിഞ്ഞു കാണുന്നത്. വിഷ്ണു.